ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഔട്ട്സൈഡ് പ്ലംബിംഗ് നടക്കുന്ന സമയമാണ്. ഇത് രണ്ട് ബാത്റൂമിൻ്റെയാണ്. ഈ രണ്ട് ബാത്റൂമിൻ്റെ നമ്മൾ 2 ഡോർ ടീ ഇട്ടിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അത് റെഡ്യൂസ് ചെയ്ത് എയറും നമ്മൾ മേപ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 45 ഇട്ടത് ഈ ഭിത്തിയോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ 45 ഇട്ട് കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ 245 തീരും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. പക്ഷേ അങ്ങനെ വരണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് 245 കൂടെ കയറ്റിയേക്കുന്നത്. അതേപോലെ ഇത് 2 ഇഞ്ചിൻ്റെ അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളമൊക്കെ ട്രാപ്പിൽ നിന്ന് വരുന്ന ഭാഗമാണ്. അതിന് നമ്മൾ ചെറിയൊരു എയർ കൊടുത്തു. 4 ഇഞ്ചിന് വേണ്ടി മാത്രം നമ്മൾ ഷെയ്ഡിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ എയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചിരുന്നത് സുപ്രീമിൻ്റെ പൈപ്പും അതേപോലെ ഫിറ്റിങ്സുകളുമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. എല്ലാത്തിനും നമ്മൾ ഡോറിൻ്റെ ഫിറ്റിങ്സ് തന്നെ കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു കാരണവശത്താൽ എന്തെങ്കിലും അകത്ത് സൈഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ അതായത് ടീയുടെ ഈ അടപ്പ് ഊരിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തൂടെ വല്ല ചെറിയ കമ്പികളോ എന്തെങ്കിലും ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ എന്തെങ്കിലും അടവുണ്ടെങ്കിൽ ഇവിടെ വന്ന് തട്ടി നിൽക്കും. അത് നമുക്കിത് എളുപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തുള്ള ടീ വെച്ച് കൊടുക്കണം. അതായത് ഡോറുള്ള ഫിറ്റിങ്സുകൾ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഇറക്കരുത്. ഡോറുള്ള ഫിറ്റിങ്സ് തന്നെ നമ്മൾ ഔട്ട് ഇറങ്ങുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇത് 2 ബാത്റൂമിൻ്റെ 2 ലൈനുകൾ പോകുന്നതാണ്. ഇത് സെപ്പറേറ്റ് ഒരു ലൈൻ പോകുന്നതാണ്. കാരണം ഇവിടെ ഒരു ഇന്ത്യൻ ക്ലോസറ്റും വരുന്നുണ്ട്. അപ്പം അതിനാണെങ്കിൽ സെപ്പറേറ്റ് ഈ ഒരു മുക്കാൽ കിടക്കുന്നത് അതിൻ്റെ ഫ്ലഷിന് വേണ്ടിയിട്ടാണ്. അത് രണ്ടാമത് പറഞ്ഞാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് അത് വന്നത്. ഇത് നമ്മുടെ മെയിൻ ലൈൻ പോകുന്നതാണ്. അത് 1 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മളിവിടുന്ന് റെഡ്യൂസ് ചെയ്ത് CPVC ആണ് ഇട്ടേക്കുന്നത്. ഇതും സുപ്രീമിൻ്റെ തന്നെയാണ്. അത് നമ്മൾ നേരെ ഇറങ്ങി ഒരു FT-MD ഇട്ട് നമ്മളൊരു PVC വാൽവും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ബാത്റൂമുകൾക്ക് കോമൺ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് വാൽവ് വെച്ച് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം എവിടെയെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാത്രം നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ലൈനുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒറ്റ ലൈനിൻ്റെ അകത്ത് തന്നെ നമ്മൾ അത് ഡൈവേർട്ട് ചെയ്ത് 2 വിട്ട് നമ്മളൊരു വാൽവും കൊടുത്ത് അത് നമ്മൾ താഴെ ഇറക്കുന്നുണ്ട്. ഈ വരുന്ന 1.25 ലൈനിൻ്റെ അകത്താണ് ഇനി അതും കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടത്തെയും കണക്ട് ചെയ്യേണ്ടത്. ഇത് രണ്ട് ബാത്റൂമുകളാണ്. ഇവിടെ ഒരു ബാത്റൂം, അതൊരു ബാത്റൂം. ഇത് അറ്റാച്ച്ഡ്, ഇത് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 ലൈനുകൾ 4 ഇഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റിൻ്റെയും കൂടെയാണ്. ഇന്ത്യൻ ക്ലോസറ്റ് നമ്മൾ വൈക്കകത്ത് കയറ്റിയിട്ടില്ല. വൈക്കകത്ത് കയറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലോസറ്റ് നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്തെ ക്ലോസറ്റ് വഴി ഒരു സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ രണ്ടായിട്ട് സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് ഈ താഴെ മണ്ണിൻ്റെ ഭാഗത്തിട്ട് നമ്മൾ നേരെ ഒരു വൈ കണക്ട് ചെയ്ത് സെപ്പറേറ്റ് പോയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അകത്ത് തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ സെപ്പറേറ്റ് തന്നെ ഇറക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കണം. രണ്ടും അകത്തിട്ടൊരു വൈ ഇടരുത്. കാരണം സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം വരും. ഫ്ലഷ് ചെയ്യുമ്പോൾ ഒരു സൗണ്ടിൻ്റെ പ്രോബ്ലം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇറക്കേണ്ടത്. ഇത് മേളിൽ നിന്ന് വരുന്നതാണ്. അതേപോലെ ഈ സാധനങ്ങൾ നമ്മൾ ഈ 45 ഇട്ട് നേരെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഭിത്തിയോട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ 45 ഇടുമ്പോൾ നമുക്ക് ഭിത്തിയോട് ചേർന്നിരിക്കും. ഇപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ S-bend ആയിരുന്നു. അപ്പോൾ S-bend ഇല്ല. S-bend കിട്ടാനുണ്ട് എങ്കിൽ പോലും നമ്മൾ S-bend ഇടാറില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 45 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ചോദിക്കാം ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് ഈ എയറിനാണ്. പക്ഷേ ഇത് കറക്റ്റ് അതിനോട് ജോയിൻറ്റ് അത് ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫിറ്റിങ്സ് ഇട്ടാലേ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് പോയത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊന്നും ഗ്യാപ്പ് പാടില്ല എന്നുള്ളത് കൊണ്ടാണ്, പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫിറ്റിങ്സ് ഇട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് പോയത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്പറേറ്റ് തന്നെ ലൈനുകൾ ഇറക്കാൻ ശ്രമിക്കണം. വെള്ളത്തിൻ്റെ ആയാലും അതേപോലെ ഡ്രെയിനേജിൻ്റെ ആയാലും സെപ്പറേറ്റ് തന്നെ ലൈനുകൾ ഇറക്കുക. അതോടൊപ്പം തന്നെ അതുപോലെ ഡോർ ഫിറ്റിംഗ്, ഡ്രെയിനേജിന് ഡോറിൻ്റെ ഫിറ്റിങ്സുകളും യൂസ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.